അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ഞാനിവിടെ വരുമ്പോഴൊക്കെ എനിക്ക് എപ്പോഴും സൗഖ്യം കിട്ടാറുണ്ട്. ഞാൻ പറയാറുണ്ട് വീട് അങ്കമാലി. അപ്പോൾ എപ്പോഴെപ്പോഴും എന്തെന്ന് സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് പതുക്കെ പിറകിൽ. കാരണം വെച്ചാൽ അല്ല, അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ തോന്നിപ്പോയി, തെറ്റായിട്ടുള്ള ചിന്ത കടന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനിതുപോലെ വന്നപ്പോൾ എനിക്ക് കാലുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ കാലുവേദന എന്ന് പറഞ്ഞാൽ അത് വെറുതെ വരണതല്ല, ഇടയ്ക്കിടയ്ക്ക് ഇടിഞ്ഞൊഴിഞ്ഞ് വീഴും. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ എന്തായാലും വേദനയാണ്, ചതവും മുറിവും അങ്ങനെ അല്ലാതെ അസ്വസ്ഥതകളുണ്ടാവും. അപ്പോൾ കാലുവേദന അച്ഛൻ 2-3 പ്രാവശ്യം ചോദിച്ചിട്ടും ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അച്ഛൻ ഒരു പ്രാവശ്യം എൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഞാൻ വേഗം തല താത്തി, കാരണം അച്ഛന് തോന്നിയെന്ന് തോന്നുന്നു എനിക്കാണെന്നുള്ളത്. അപ്പോൾ ഞാനത് പറയാതിരിക്കാൻ വേണ്ടി ഞാൻ തല താത്തി. അപ്പോൾ എനിക്ക് ആ സമയത്ത് എൻ്റെ ഷോൾഡർ ഒരു 3-4 ദിവസമായിട്ട് ഭയങ്കര വേദനയായിരുന്നു. ആ ഷോൾഡറിൻ്റെ വേദന താഴത്തേക്ക് ഇറങ്ങി ഹാർട്ടിൻ്റെ ഇവിടേക്ക് ഇങ്ങനെ ബാക്കിലേക്ക് നീങ്ങാണ്. അപ്പോൾ പൊതുവേ നമ്മുടെ ഇവിടെ ധാരണ എനിക്ക് കൊളസ്ട്രോൾ ഭയങ്കരമായിട്ട് ഒരു 300-ൻ്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വല്ലപ്പോഴേക്കൊന്ന് ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇനി അത് വല്ലതാണോ വല്ല പ്രശ്നമാണോ എന്നൊരു സംശയം, എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ചെറിയൊരു അങ്ങനെ വലിയ പേടിയല്ല, എന്നാലും ഒരു തോന്നലുള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഓഫീസിൽ ഞാൻ കൂടെ ഉള്ളവരോടും പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് ഈ വേദനയുണ്ട്. അപ്പോൾ കാലുവേദന മാത്രം മാറ്റി തന്നാൽ പറയും, ഇതും കൂടി മാറ്റി എന്നാലേ ഞാൻ പറയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അച്ഛൻ സ്തുതിപ്പൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ ശുശ്രൂഷ കഴിയണം, എന്നാലും ഞാൻ സാക്ഷ്യം പറയുള്ളൂ എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു ഏറ്റവും അവസാനമാണ് എനിക്കത് മാറ്റി തന്നു. അച്ഛനപ്പോൾ പറഞ്ഞു, ഈ ഷോൾഡർ വേദനയും ബാക്കിലേക്ക് ഇറങ്ങി ഇങ്ങനെ പുറം വേദന, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം എടുത്തു മാറ്റുന്നു എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ആരാധന നിർത്തിയത്. അപ്പോൾ ഞാനത് പറയാതിരുന്നുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് എന്നെ അവസാനം വെച്ചത്. ഇന്നിപ്പോൾ ഞാൻ കാല് വലിച്ചാണ് ഇവിടെ വരെ വന്നത്. കാലിൻ്റെ ഇവിടെ നിന്ന് തുടങ്ങി അടി വരെ വേദനയാണ്. കാല് മടക്കാൻ പറ്റണില്ല, ചവിട്ടാൻ നേരെ പറ്റണില്ല. ചെരുപ്പ് ഒരു വശം നീങ്ങി തുടങ്ങി. അപ്പം ഞാൻ ചെരുപ്പിൻ്റെ തകരാറായിരിക്കുന്നു ആദ്യം വിചാരിച്ചു. പക്ഷേ ചെരുപ്പിൻ്റെ തകരാറല്ല. എനിക്ക് പിന്നെയാണ് മനസ്സിലായത് ചെരുപ്പ് അങ്ങനെയാണെങ്കിൽ നേരത്തെ ചെരുപ്പിൻ്റെ തകരാറ് വേണം, അതല്ല, എൻ്റെ കാലിൻ്റെ തകരാറാണ്. കാലിങ്ങനെ വളഞ്ഞു വരുന്നു, പാദം. അപ്പോൾ എനിക്കിവിടെ വന്നിരുന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായും വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളത്. അച്ഛൻ ആദ്യം ശുശ്രൂഷയിലെ തുടക്കത്തിൽ തന്നെ, നമ്മൾ ആരാധന തുടങ്ങിയപ്പോൾ തന്നെ അത് പറഞ്ഞു. സ്തുതിപ്പ് തുടങ്ങിയപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു കാലുവേദന വിട്ടുമാറുന്നു. അത് പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് എൻ്റെ കാലുവേദന. ഹല്ലേലൂയ.